ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്വർഗക്കാഴ്ചകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ സ്വർഗക്കാഴ്ചയിലേക്ക് ഈ പ്രോഗ്രാമിൻ്റെ ചങ്ക് പ്രേക്ഷകരായ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് പ്രേക്ഷകരെ നിങ്ങൾക്ക് രസക്കാഴ്ചകൾ പകരാനായിട്ട്, സ്വർഗക്കാഴ്ചകൾക്ക് മികവ് കൂട്ടാനായിട്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഡിവൈനിൽ തന്നെയുള്ള കൊച്ചുമിടുക്കന്മാരും മിടുക്കികളാണ്. ഈ കൊച്ചു കൂട്ടുകാർക്ക് ഈ സ്വർഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും ഒന്ന് ചിരിച്ചേ. ആർ യു ഹാപ്പി? ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കുറച്ച് രസക്കാഴ്ചകളുണ്ട്, സ്വർഗക്കാഴ്ചകളുണ്ട്. അതിലേക്ക് നമ്മളിങ്ങനെ പോകുവാണ്. പ്രത്യേകിച്ച് ഡിസംബർ മാസം എന്ന് പറയുന്നത് ഒരു വലിയ ആനന്ദത്തിൻ്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾ ഈ സ്വർഗത്തിലും ക്രിസ്തുമസിൻ്റെതായിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ ഈ സ്വർഗത്തിൽ വരുത്തിയിട്ടുണ്ട്. വളരെ ആഘോഷപരമായിട്ട് നമുക്ക് ഈ സ്വർഗത്തിലെ രസക്കാഴ്ചയിലേക്ക് കടക്കാം. ഈ സ്വർഗത്തിലെ ഒന്നാമത്തെ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. എന്താണ് പറഞ്ഞേ? ഈശോയ്ക്ക് സ്തുതി പാടാം. അപ്പൊ നമ്മുടെ കഴിവൊക്കെ ഇന്ന് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാൻ പോവാണ്. ഈശോയെ സ്നേഹിക്കാൻ പോവാം നമ്മൾ ഈ സ്വർഗത്തിൽ. ആർ യു റെഡി? അപ്പൊ പാട്ട് പഠിക്കാം. യെസ്. എൻ്റെ ഉള്ളിൽ ഈശോ, നിന്റെ ഉള്ളിൽ ഈശോ. പഠിക്കേ. ഇടത്തുണ്ട് ഈശോ, വലത്തുണ്ട് ഈശോ, മുൻപിലുണ്ട് പിൻപിലുണ്ട്, മീതെയുണ്ട് താഴെയുണ്ട്. പഠിക്കേ. ആരിലും എവിടെയും യേശുവുണ്ട്. നീ അടുത്ത് നോക്കേ. സൂപ്പർ സ്റ്റൈലും വേണ്ട. പഠിക്കേ. ചെത്ത് സ്റ്റൈലും വേണ്ട, ഹീറോ സ്റ്റൈലും വേണ്ട, ഫാഷൻ സ്റ്റൈലും വേണ്ട. യേശുവിൻ സ്റ്റൈലുകൾ മതി എനിക്ക്. ഒന്നുകൂടെ പാടാം. സൂപ്പർ സ്റ്റൈലും വേണ്ട, ചെത്ത് സ്റ്റൈലും വേണ്ട, ഹീറോ സ്റ്റൈലും വേണ്ട, ഫാഷൻ സ്റ്റൈലും വേണ്ട. യേശുവിൻ സ്റ്റൈലുകൾ മതി എനിക്ക്. ശക്തിയോടെ പാടിക്കേ. എൻ്റെ ഉള്ളിൽ ഈശോ, നിന്റെ ഉള്ളിൽ ഈശോ, പിന്നെ ഇടത്തുണ്ട് ഈശോ, വലത്തുണ്ട് ഈശോ. ഒന്നിച്ച് പാടിക്കേ. മുമ്പിലുണ്ട് പിൻപിലുണ്ട്, മീതെയുണ്ട് താഴെയുണ്ട്, ആരിലും എവിടെയും യേശുവുണ്ട്. ഓക്കെ, പാട്ട് പഠിച്ചില്ലേ? ഇനി ഇതൊരു സ്റ്റെപ്പ് നമ്മൾ പഠിക്കാൻ പോവാണ്. സ്റ്റെപ്പ് പഠിക്കാൻ. റെഡി? ആർ യു റെഡി? എൻ്റെ ഉള്ളിൽ ഈശോ, എൻ്റെ ഉള്ളിൽ ഈശോ. ചെയ്തേ. നിന്റെ ഉള്ളിൽ ഈശോ, ഇടത്തുണ്ട് ഈശോ, വലത്തുണ്ട് ഈശോ, മുൻപിലുണ്ട് പിൻപിലുണ്ട്, മീതെയുണ്ട് താഴെയുണ്ട്, ആരിലും എവിടെയും യേശുവുണ്ട്. മുൻപിലുണ്ട് പിൻപിലുണ്ട്, മീതെയുണ്ട് താഴെ, ആരിലും. ഓക്കെ, അടുത്തത് നോക്കിയ. സൂപ്പർ സ്റ്റൈൽ. സൂപ്പർ സ്റ്റൈലും വേണ്ട, ചെത്ത് സ്റ്റൈലും വേണ്ട, ഹീറോ സ്റ്റൈലും വേണ്ട, ഫാഷൻ സ്റ്റൈലും വേണ്ട. പിന്നെ ഏത് സ്റ്റൈൽ വേണം? ഏത് സ്റ്റൈൽ വേണം? യേശുവിൻ സ്റ്റൈലുകൾ മതി എനിക്ക്. യേശുവിൻ പഠിച്ചോ? യേശുവിൻ സ്റ്റൈലുകൾ മതി എനിക്ക്. ഓക്കെ, നമ്മൾ മറ്റുള്ളവരെ അല്ല ഫോളോ ചെയ്യേണ്ടത്. യേശു പറഞ്ഞു, കം ഫോളോ മീ. നിങ്ങൾ എന്നെയാണ് അനുഗമിക്കേണ്ടത്, അല്ലേ? ഈശോയുടെ സ്റ്റൈലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്കൊരു സിയോൻ ചേട്ടായി നല്ല ഋതൊക്കെ ഇട്ട് വരും. നമുക്ക് എഴുന്നേറ്റൊന്ന് നല്ല മാലാകെ പോലെ ഒന്ന് കളിച്ചാലോ? ചാടി എഴുന്നേറ്റോ. ഏടിച്ചേ. അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കി പുഞ്ചിരിച്ച് കൈയടിച്ചേ. ആ, എൻ്റെ ഉള്ളിൽ ഈശോ,
എൻ്റെ ഉള്ളിൽ ഈശോ, നിന്റെ ഉള്ളിൽ ഈശോ, ഇടത്തുണ്ട് ഈശോ, വലത്തുണ്ട് ഈശോ, മുൻപിലുണ്ട് പിൻപിലുണ്ട് മീതെയുണ്ട് താഴെ, ആരിലും എവിടെയും യേശുവുണ്ട്. ആരിലും ആരിലും എൻ്റെ ഉള്ളിൽ ഈശോ, എൻ്റെ ഉള്ളിൽ ഈശോ, നിന്റെ ഉള്ളിൽ ഈശോ, ഇടത്തുണ്ട് ഈശോ, വലത്തുണ്ട് ഈശോ, മുൻപിലുണ്ട് പിൻപിലുണ്ട് മീതെയുണ്ട് താഴെ, ആരിലും എവിടെയും യേശുവുണ്ട്. ആരിലും ആരിലും കൈയടിച്ചേ കൈയടിച്ചേ, കമോ നല്ല എനർജിയില് ബാലാകെ പോലെ കളിച്ച്. സൂപ്പർ സ്റ്റൈലും വേണ്ട, ചിത്ത് സ്റ്റൈലും വേണ്ട, ഹീറോ സ്റ്റൈലും വേണ്ട, ഫാഷൻ സ്റ്റൈലും വേണ്ട, യേശുവിൻ സ്റ്റൈലുകൾ മതി എനിക്ക്, യേശുവിൻ സ്റ്റൈലുകൾ. സൂപ്പർ സ്റ്റൈലും വേണ്ട, ചിത്ത് സ്റ്റൈലും വേണ്ട, ഹീറോ സ്റ്റൈലും വേണ്ട, ഫാഷൻ സ്റ്റൈലും വേണ്ട, യേശുവിൻ സ്റ്റൈലുകൾ മതി എനിക്ക്, യേശുവിൻ. എൻ്റെ ഉള്ളിൽ ഈശോ, കമാ എൻ്റെ ഉള്ളിൽ ഈശോ, ഇടത്തുണ്ട് ഈശോ, വലത്തുണ്ട് ഈശോ, മുൻപിലുണ്ട് പിൻപിലുണ്ട് മീതെയുണ്ട് താഴെ, ആരിലും എവിടെയും യേശു. ആരിലും എവിടെയും, ആരിലും എവിടെയും യേശുവുണ്ട്. ഇനി നമ്മൾ ഈശോയെ സ്തുതിച്ചു കഴിഞ്ഞാൽ ഈ സ്വർഗത്തിലുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അടുത്ത പരിപാടിയാണ് വചനം ഭക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങാൻ പോവാണ്. ആർ യു റെഡി? യെസ്. സ്വർഗത്തിലെ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. എന്താണ് പറഞ്ഞേ? വചനം ഭക്ഷിക്കാം. വചനം പറഞ്ഞു തരാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മുടെ ഡിവൈനിൽ കുറേ വർഷങ്ങൾ ശുശ്രൂഷ ചെയ്ത, ഇപ്പോഴും ശുശ്രൂഷ ചെയ്യുന്ന ടോമി ചേട്ടായാണ്. ടോമി ചേട്ടൻ ഡിവൈൻ യൂത്തുമായിട്ടൊക്കെ കുറേ കാലം പ്രവർത്തിച്ച ഒരു ശുശ്രൂഷകനാണ്. നമുക്ക് ടോമി ചേട്ടനെ സ്വാഗതം ചെയ്യണം. ടോമി ചേട്ടനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഒരു ക്ലാപ്പ് കൊടുത്തിട്ടാണ്. ഇന്ന് കൊടുക്കുന്ന ക്ലാപ്പാണ് ബലൂൺ ക്ലാപ്പ്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരു ബലൂൺ ക്ലാപ്പ് കൊടുക്കാം. റെഡി? ബലൂൺ ക്ലാപ്പ് എങ്ങനെയാണെന്ന് നോക്കിയേ. ചേട്ടൻ പഠിപ്പിക്കാൻ പോവാണ്. റെഡി? ബലൂൺ ഇങ്ങനെ വീർപ്പിച്ച് ഊതി വീർപ്പിക്കുന്ന പോലെ കൈ ഇങ്ങനെ വീർത്ത് വരണം. പിന്നെ അട്ടായിട്ട് പൊട്ടും. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ കൈ അടിക്കണം. റെഡി? ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ. ബലൂൺ ക്ലാപ്പ് ഗോ. പഠിച്ചോ? അപ്പോൾ നമുക്ക് ടോമി ചേട്ടനെ സ്വാഗതം ചെയ്യാം. സ്റ്റാൻഡ് അപ്പ്. ബലൂൺ ക്ലാപ്പ് ഗോ. യെസ്. ഈശോയുടെ കുഞ്ഞുമക്കളെ, ഈശോയുടെ കുഞ്ഞുമക്കളെ, ആർ യു ഹാപ്പി? സന്തോഷമാണോ? സംതൃപ്തമാണോ? ഒന്ന് പറഞ്ഞേ. എൻ്റെ ഉള്ളിൽ ഈശോ, നിന്റെ ഉള്ളിൽ ഈശോ, ഇടത്തുണ്ട് ഈശോ, എല്ലായിടത്തും ഈശോയുണ്ട്. ഈശോ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? സന്തോഷം, സംതൃപ്തി ഉണ്ടാവും. ഈശോയെ സ്വന്തമാക്കിയ നമുക്ക് സംതൃപ്തി കിട്ടും. എല്ലാവരും ഇരുന്നേ. ഞാനൊരു കഥ പറയാൻ പോവാ. കഥ കേൾക്കണോ? കേൾക്കണമെങ്കിൽ ശ്രദ്ധിച്ചിരുന്നോ. കഥ ഇതാ. പണ്ട് 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 ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു. ഈ മരം വെട്ടുകാരൻ മരം വെട്ടിക്കൊണ്ടിരിക്കുക പുഴയുടെ വക്കത്ത്. മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആളുടെ കോടാലി കയ്യിൽ നിന്ന് തെറിച്ച് പുഴയിൽ പോയി. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പുഴയിൽ കോടാലി പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മരം വെട്ടാൻ പറ്റണില്ല. പുള്ളി ആകെ വിഷണ്ണനായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അയ്യോ, എൻ്റെ കോടാലി പോയേ, എനിക്ക് മരം വെട്ടാൻ പറ്റണില്ല. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ട് പുള്ളിയോട് ചോദിച്ചു, അതെ, നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാ കരയണേ? അപ്പോൾ ഇവൻ പറഞ്ഞു, എൻ്റെ കോടാലി വെള്ളത്തിൽ പോയി. അപ്പോൾ ദേവത പെട്ടെന്ന് തന്നെ
ദിവ്യശക്തി ഉപയോഗിച്ച് ആ പുഴയിൽ നിന്ന് ഒരു സ്വർണ്ണ കോടാലി പൊക്കിയെടുത്ത് കാണിച്ചു. ദാണ്ടേ, ഇതാണോ നിൻ്റെ കോടാലി? മരം വെട്ടുകാരൻ പറഞ്ഞു, നോ 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 നോ, ഇതെൻ്റെ കോടാലിയല്ല, ഇതല്ല എൻ്റെ കോടാലി. അപ്പോൾ ദേവത വീണ്ടും വെള്ളത്തിൽ നിന്ന് ഒരു വെള്ളിക്കോടാലി ഇങ്ങോട്ട് പൊക്കിയെടുത്തു. ഇത് നിൻ്റെ ആണോ? അപ്പോൾ വീണ്ടും ആ മരം വെട്ടുകാരൻ പറഞ്ഞു, ഓ ഇതെൻ്റെ അല്ല, എൻ്റെ കോടാലി ഇതൊന്നുമല്ല, എൻ്റെ കോടാലി വേറെയാ. അപ്പോൾ വീണ്ടും ആ ദേവത തൻ്റെ മരത്തിൻ്റെ പിടിയുള്ള ആ കോടാലി ദിവ്യശക്തി ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് ഇങ്ങോട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണോ നിൻ്റെ കോടാലി? അപ്പോൾ മരം വെട്ടുകാരൻ, ആ ഇത് തന്നെ എൻ്റെ കോടാലി, ഇത് തന്നെ. അവൻ സംതൃപ്തിയോടുകൂടി അവൻ്റെ സ്വന്തം കോടാലി മേടിച്ചു. ഈ ദേവതയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. ഇവന് സ്വർണ്ണ കോടാലി വേണ്ട, വെള്ളിക്കോടാലി വേണ്ട, ഇവൻ്റെ കോടാലി മാത്രം മതി. ഹൗ സ്വീറ്റ്, എത്ര മനോഹരം, ഇവനുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന നല്ല പയ്യനാ, ഇവന് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാം എന്നും പറഞ്ഞിട്ട് ഈ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കോടാലി അവന് ഗിഫ്റ്റായിട്ട് കിട്ടി. ഇതാണ് കഥ. ഇതിൻ്റെ ഒരു സന്ദേശമാണ് ഞാൻ പറയുന്നത്. ഈ കഥയുടെ ഒരു സന്ദേശം എന്താ? സന്ദേശം എന്താ? അത് തന്നെ, തൃപ്തിയുള്ളവന് വീണ്ടും കിട്ടും. എൻ്റെ ഉള്ളിൽ ആരാ? ഈശോ ഉണ്ടെങ്കിൽ നമ്മൾ തൃപ്തരാണ്. മുഴുവൻ തൃപ്തിയോടുകൂടി നമ്മുടെ ശൈശവം നമുക്ക് ജീവിക്കാൻ പറ്റും. ഈശോ ഉള്ളവന് എല്ലാം തൃപ്തിയോടെ ചെയ്യാൻ സാധിക്കും. വിശ്വസിക്കുന്നുണ്ടോ? 1 തിമോത്തി 6-ാം അധ്യായം 6-ാമത്തെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണ്. സേ ആഫ്റ്റർ മീ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണ്. തൃപ്തിയുള്ള കുഞ്ഞുങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും, സന്തോഷമുള്ള കുഞ്ഞുങ്ങൾക്ക് ആനന്ദം ഉണ്ടാവും, ആനന്ദമുള്ള കുഞ്ഞുങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാവും, ദഹനം ഉണ്ടാവും, ഹെൽത്ത് ഉണ്ടാവും, വെൽത്ത് ഉണ്ടാവും, എല്ലാം ദൈവം കൂട്ടിച്ചേർക്കും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന കുഞ്ഞിന് ഐശ്വര്യം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. അതാണ് നമ്മുടെ ഇന്നത്തെ വചനം. തൃപ്തിയോടെ ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. ഈ ക്രിസ്മസിന് നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, എനിക്ക് സംതൃപ്തമായ മനസ്സോട് നിന്നെ സ്വീകരിച്ചിട്ട് തൃപ്തിയോടെ എൻ്റെ ശൈശവം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ എനിക്കുള്ളത് മതി. അതാണ് എൻ്റെ സംതൃപ്തി, അതാണ് എൻ്റെ ജീവിതം. അങ്ങനെ പറഞ്ഞ് നമുക്കിന്ന് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങാൻ തയ്യാറാണോ? എങ്കിൽ ഒന്ന് കൈ കൂപ്പി പിടിച്ചേ, എന്നിട്ടൊന്ന് പറഞ്ഞേ, എൻ്റെ ഈശോയെ, എനിക്കുള്ളത് നീ തന്നതാണ്. ഞാൻ സന്തോഷത്തോടെ നിന്നെ സ്വീകരിക്കുന്നു, സകലത്തിനെയും സംതൃപ്തിയോടെ സ്വീകരിക്കും. ഈശോയുടെ കൂട്ടുകാരെ, വചനം ഭക്ഷിച്ചോ? വചനം ഭക്ഷിച്ചെങ്കിൽ നമ്മള് സ്വർഗത്തിലെ 3-ാമത്തെ രസക്കാഴ്ചയാണ്. വിശുദ്ധരെ പരിചയപ്പെടാം. പറഞ്ഞേ, വിശുദ്ധരെ പരിചയപ്പെടാം. അപ്പൊ ഇന്ന് ഈ സ്വർഗത്തിൽ വിശുദ്ധരെ കുറിച്ച് പറയാനായിട്ട് ആരാണ് റെഡി ആയിട്ടിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ഈ സ്വർഗത്തിലെ കൂട്ടുകാരനെ പരിചയപ്പെടാം. പറഞ്ഞ പേര് പറഞ്ഞ മോൻ്റെ? സാം. ഫുൾ നെയിം? സാം ജോൺ പോൾ. സാം ജോൺ പോൾ. എത്ര പഠിക്കുന്നത്? 9th. പിന്നെ ഏത് വിശുദ്ധനെ കുറിച്ചാണ് പറയുന്നത്? വിശുദ്ധ ഫ്രാൻസിസ് അസീസി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ചാണ് സാം പറയാൻ പോകുന്നത്. നമുക്ക് നല്ല ശ്രദ്ധയോടെ കേട്ടിരിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇറ്റലിയിലെ അസീസി എന്നൊരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചൊരു വിശുദ്ധനാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പറ്റി പറയുകയാണെങ്കിൽ ജനനം മുതൽ മരണം വരെ ക്രിസ്തുവിനെ അനുകരിച്ച് 2-ാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഏകവിശുദ്ധനാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പിക്ക എന്നാണ് അമ്മയുടെ പേര്. അമ്മയ്ക്ക് ഈ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പുൽത്തൊഴുത്തിൽ ജനിച്ചാൽ നിനക്ക് സുഖപ്രസവം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഉണ്ണീശോയെ പോലെ പുൽത്തൊഴുത്തിൽ ജനിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. വിശുദ്ധ ഫ്രാൻസിസ് അസീസി
ഒരു പട്ടാളക്കാരനായിരുന്നു. വളരെ സമ്പന്നമായൊരു കുടുംബത്തിൽ ജനിച്ച് ആഡംബര ജീവിതത്തിൽ ജീവിച്ച് ഒരു പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിനൊരു ലവറും കൂടി ഉണ്ടായിരുന്നു. ക്ലാര എന്നാണ് പേര്. അദ്ദേഹം ഒരിക്കലൊരു യുദ്ധത്തിന് പോവുകയായിരുന്നു. അപ്പോൾ ക്ലാരയുടെ ആശംസ ഒക്കെ കിട്ടി. അദ്ദേഹം യുദ്ധത്തിന് പോകുന്ന സമയം പെട്ടെന്ന് അദ്ദേഹം ഒരു ശബ്ദം കേട്ടു, ഫ്രാൻസിസ്. അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കി, പക്ഷെ ആൾക്ക് മനസ്സിലായില്ല ആരാണെന്ന്. അപ്പോൾ ആൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നും കൂടെ കേട്ടു, ഫ്രാൻസിസ്. പിന്നീട് ആൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആൾ ഫ്രാൻസിസ്, ഞാൻ നിൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആള് ഓ ദൈവമേ എന്ന് വിളിച്ചു. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസിനോട് ദൈവം പറഞ്ഞു, നീ യുദ്ധത്തിന് പോകണ്ട, നീ നേരെ ഭവനത്തിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞു. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി നേരെ തിരിച്ചുപോയി. അപ്പോൾ അവിടെ തൻ്റെ ഭവനത്തിൽ വിശ്രമിച്ചു. പിന്നെ അടുത്ത ദിവസമായപ്പോൾ പകല് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ദൈവം ഒന്നും കൂടെ പറഞ്ഞു, നീ എൻ്റെ ആലയം പുനഃസ്ഥാപിക്കുക, എൻ്റെ ഭവനം പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ഒരു മാറ്റമുണ്ടായി. പട്ടാളക്കാരനായിരുന്നു, ഒരു ലവർ ഉണ്ടായിരുന്നു, സമ്പന്നമായ കുടുംബത്തിൽ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. അപ്പം അതെല്ലാം വിട്ടിട്ട് ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ പോയിരുന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം മറന്ന് യേശുവിന് വേണ്ടി ജീവിക്കാനായിട്ട് തയ്യാറായി. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി, എൻ്റെ സ്വർഗസ്ഥനായ പിതാവേ, എൻ്റെ സർവസ്വമേ എന്നാണ് പറഞ്ഞത്. തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോയിട്ട് എല്ലാവരുടെയും മുൻപിൽ വെച്ച് തനിക്കുണ്ടായിരുന്ന തൻ്റെ പിതാവ് തന്ന വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി, ഇനി മുതൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് എൻ്റെ എല്ലാം, എൻ്റെ സ്വർഗസ്ഥനായ പിതാവേ, എൻ്റെ സർവസ്വമേ എന്ന് പറഞ്ഞിട്ട് ഒരു ഏക ജീവിതം നയിക്കാനായിട്ട് തുടങ്ങി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ആദ്യം പ്രണയിച്ചിരുന്ന ക്ലാര എന്തുകൊണ്ടാണ് എന്നെ വിട്ടു പോവുകയും ഒക്കെ ചെയ്തത് എന്ന് ചോദിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, ക്ലാര, എനിക്ക് നിൻ്റെ കണ്ണിലെ പ്രണയത്തിൻ്റെ നക്ഷത്രത്തിളക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഐ ആം സോറി, അതിനു മുൻപ് ഞാൻ ഒരു സൂര്യഗോളവുമായിട്ട് പ്രണയത്തിലായിരുന്നു, ഈശോ എന്ന സൂര്യഗോളവുമായിട്ട്. ക്ലാരയ്ക്കും അപ്പോൾ ഒരു മാനസാന്തരമുണ്ടായി. ക്ലാരയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കൂടെ ഈശോയ്ക്ക് വേണ്ടി പുതിയൊരു ജീവിതം നയിക്കാൻ ആയിട്ട് ചെല്ലുകയാണ്. അങ്ങനെ വിശുദ്ധ ക്ലാരിസ്റ്റ് മഠം, ആ ഒരു പുതിയ കോൺഗ്രിഗേഷനും വിശുദ്ധ ഫ്രാൻസിസ്കൻ കോൺഗ്രിഗേഷനും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ നിന്നാണ് ആദ്യം ഇത് തുടങ്ങിയത്. ഗ്രൂപ്പ് ഓഫ് ഫ്രയാഴ്സ് എന്നാണ് പറയുക. പിന്നീടത് വലിയൊരു ഫ്രാൻസിസ്കൻ സഭയായിട്ട് മാറി. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പയോട് അനുവാദം ചോദിക്കാനായിട്ട് പോയി. ഇങ്ങനൊരു കോൺഗ്രിഗേഷൻ ഉണ്ട്, ക്രിസ്തുവിനെ മാതൃകയായി എളിമയിലും ദാരിദ്ര്യത്തിലും അനുസരണത്തിലും ജീവിക്കുന്ന, ക്രിസ്തുവിനെ മാതൃകയ്ക്ക് ജീവിക്കുന്ന ഒരു കോൺഗ്രിഗേഷനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. പക്ഷേ ആദ്യം വളരെ കഠിനവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം സമ്മതിച്ചില്ല. പക്ഷേ 10-ാം പിയൂസ് മാർപ്പാപ്പയുടെ സ്വപ്നത്തിൽ കണ്ടത് ആ ദേവാലയം ഇടിഞ്ഞു വീഴുകയും വിശുദ്ധ ഫ്രാൻസിസ് അസീസി അത് പിടിച്ചു നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആ സ്വപ്നം കണ്ട ശേഷം പിറ്റേ ദിവസം ഫ്രാൻസിസിനെ വിളിക്കുകയും വിശുദ്ധ ഫ്രാൻസിസ് അവിടെ ചെന്ന് കാര്യം അന്വേഷിക്കുകയും ചെയ്തപ്പോൾ മാർപ്പാപ്പ അതിന് സമ്മതിച്ചു. അങ്ങനെ വിശുദ്ധ ഫ്രാൻസിസ്കൻ കോൺഗ്രിഗേഷൻ ഉണ്ടാവുകയാണ് ചെയ്തത്. ആദ്യമായിട്ട് ക്രിബ് ഉണ്ടാക്കിയത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ 2-ാം ക്രിസ്തു എന്നും നമ്മൾ വിളിക്കുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യാളനും പാദ്രെ പി അവരൊക്കെ ഫ്രാൻസിസ്കൻ സഭയിൽപ്പെട്ടവരാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് സാം വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്തേ. ഈശോയുടെ കൊച്ചു കൂട്ടുകാരെ, എന്തായി വിശുദ്ധനെ കുറിച്ച് കേട്ടല്ലോ അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ഈ ക്രിസ്തുമസിനായിട്ട് ഒരുങ്ങുകയാണ്. ഈശോ രക്ഷകനായി പിറന്ന് മനുഷ്യാവതാരം ചെയ്ത് കുരിശുമരണമൊക്കെ നടത്തി കഴിഞ്ഞെങ്കിലും ക്രിസ്തുമസ് നമുക്ക് ഓരോ തവണ വരുമ്പോഴും അല്ലേ, അത് വളരെയധികം നമുക്ക് ഒരു പ്രത്യാശയും ആനന്ദവുമാണ് തരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ അടുത്ത സെഗ്മെൻറ്റ് രക്ഷകനായി ഒരുങ്ങാം സെഗ്മെൻ്റാണ്. അടുത്ത സെഗ്മെൻ്റാണ് രക്ഷകനായി ഒരുങ്ങാം. പറഞ്ഞേ, രക്ഷകനായി ഒരുങ്ങാം. ഈശോയുടെ തിരുപ്പിറവിയെക്കുറിച്ചുള്ള സന്ദേശം പറയാനായിട്ട് ആരാണ് വരുന്നത്?
ഓക്കെ, ഒരു കൈഡി കൊടുത്തേ. നമുക്ക് കൂട്ടുകാരനെ പരിചയപ്പെടാം. പേര് പറഞ്ഞേ. ഫ്രാങ്ക്ലിൻ സോജൻ. ഫ്രാങ്ക്ലിൻ സോജൻ. എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? 10. അപ്പോൾ ഇന്ന് ഫ്രാങ്ക്ലിൻ പറയുന്നത് ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങാനായിട്ടുള്ള ഒരു മെസ്സേജാണ്. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ആഗതമാകുന്ന ക്രിസ്തുമസ് ദിനത്തിൽ തിരുപിറവിക്കായി ആത്മീയമായി ഒരുങ്ങുന്ന നോമ്പ് കാലഘട്ടത്തിലാണല്ലോ നാം ഓരോരുത്തരും. ദൈവം മനുഷ്യനായി അവതാരം ചെയ്ത ക്രിസ്തുമസ് ദിനം നാം ഓരോരുത്തരുടെയും മനസ്സിൽ ഏറെ ആനന്ദമറിയിക്കുന്ന ഒരു തിരുനാളാണ്. ദാവീദിൻ്റെ പട്ടണത്തിൽ മാനവരക്ഷയ്ക്കായി ഒരു അത്ഭുത ശിശു പിറന്നു എന്ന സദ്വാർത്ത കേട്ടപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് 3 രാജാക്കന്മാർ കാഴ്ചകളുമായി വന്നു. എന്നാൽ ശിശു പിറന്നത് എവിടെ എന്നറിയാത്തതിനാൽ അവർ ശിശുവിനെ അന്വേഷിച്ച് ഹെറോദോസിൻ്റെ കൊട്ടാരത്തിലെത്തി. സൂത്രശാലയായ ഹെറോദോസ് ശിശുവിനെ കൊല്ലുവാൻ തീരുമാനിച്ചിരുന്നതിനാൽ, നിങ്ങൾ ശിശുവിനെ കണ്ട് ആരാധിച്ചു കഴിയുമ്പോൾ എന്നെ അറിയിക്കുക, ഞാനും ശിശുവിനെ കണ്ട് ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നു. 3 രാജാക്കന്മാർ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ദൈവം അവർക്ക് ഒരു നക്ഷത്രം അത്ഭുതമായി നൽകി. ആ നക്ഷത്ര വെളിച്ചം കണ്ട് ഈശോയെ കണ്ട് ആരാധിക്കുകയും ചെയ്തു. പിന്നീട് മറ്റൊരു വഴിയാണ് അവർ യാത്ര ചെയ്തത്. കാരണം സ്വപ്നത്തിൽ 3 രാജാക്കന്മാരുമായി ഒരു അരുൾപ്പാടുണ്ടായി, വന്ന വഴിയെ പോകാതെ മറ്റൊരു വഴിയെ പോകണമെന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസ് ദിനത്തിൽ ഈ 3 രാജാക്കന്മാർ നമുക്കൊരു മാതൃകയാണ്. അവർ വന്ന വഴിയെ പോകാതെ പുതിയ വഴി തിരഞ്ഞെടുത്ത് യാത്ര ചെയ്തു എന്നത് വലിയൊരു സന്ദേശമല്ലേ? പ്രിയരെ, ക്രിസ്തുമസ് ദിനമാകുമ്പോൾ നാം നോമ്പെടുക്കും, ആരാധിക്കും, എല്ലാം ചെയ്യും. എന്നാൽ ക്രിസ്തുമസ് കഴിയുമ്പോൾ പഴയ വഴിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. 3 രാജാക്കന്മാർ ചെയ്ത കാര്യം ഓർക്കൂ. അവർ പഴയ വഴി മാറ്റി പുതിയ വഴിയാണ് യാത്ര ചെയ്തത്. ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമുക്ക് ഇവരെ പോലെ പഴയ വഴി മാറ്റി പുതിയ വഴി യാത്ര ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. ജയ് ക്രൈസ്റ്റ്. രക്ഷകന്റെ വരവിനായിട്ടുള്ള ഒരു സന്ദേശം നമ്മൾ കേട്ടു. വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്തേ. ഈശോയുടെ കൂട്ടുകാരെ, നമ്മൾ ഈ സ്വർഗത്തിലെ അടുത്തൊരു രസക്കാഴ്ചയിലേക്ക്, വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ളൊരു സ്വർഗക്കാഴ്ചയിലേക്ക് പോവുകയാണ്. 4ാമത്തെ സെഗ്മെന്റ് ആണ് താലന്ത് വർദ്ധിപ്പിക്കാം. പറഞ്ഞേ, താലന്ത് വർദ്ധിപ്പിക്കാം. ഈ സ്വർഗത്തിൽ കുറേ കൂട്ടുകാർ വന്നിട്ട് അവരുടെ പാട്ട്, ഡാൻസ്, അവരുടെ മൊണാക്ട്, അവരുടെ വ്യത്യസ്തമായ കഴിവ് എല്ലാം ഈശോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ സെഗ്മെൻറ്റിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് താലന്ത് കൊടുക്കാൻ ആരാണ് തയ്യാറായിരിക്കുന്നത്? ഈ മക്കൾക്കൊരു കൈഡി കൊടുത്തേ, നല്ലൊരു കൈഡി കൊടുത്തേ. നമുക്ക് ഇവരെ പരിചയപ്പെടാം. മോളുടെ പേര് പറഞ്ഞേ. ജോവാന. ജോവാന. എത്ര ക്ലാസ്സിൽ പഠിക്കണേ? 4. അടുത്ത ആൾ കൊടുത്തേ, പേര് പറഞ്ഞേ. മറീന. മരീന. ഓക്കെ, എത്ര ക്ലാസ്സിലാ? 4. 6th-ലാണ്. ഇന്ന് ഈ ഷോയ്ക്ക് വേണ്ടി നിങ്ങൾ എന്താ താലന്ത് കൊടുക്കാൻ പോണേ? ഡാൻസ് ചെയ്യാൻ പോണം. ഓക്കെ, അപ്പോൾ ഇവരുടെ ഡാൻസ് നമുക്ക് ഒന്ന് നന്നായിട്ട് ആസ്വദിക്കാം. ജില്ലാ ജില്ലാ ദും ദും, ജില്ലാ ജില്ലാ, ജില്ലാ ജില്ലാ ദും ദും, ജില്ലാ ജില്ലാ.
അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ താലന്ത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ സ്വർഗത്തിൽ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു താലന്തും കൂടിയും ഒരു സോങ് ആയിട്ട് നമ്മൾ കേൾക്കാൻ പോവാണ്. റെഡി? ആരാണ് അതിന് വേണ്ടി ഒരുങ്ങുന്നത്? മോളാണ്. ഒരു കൈയ്യടി കൊടുത്തേ. വാ. നമുക്ക് മോളെ പരിചയപ്പെടാം. മോളുടെ പേര് പറഞ്ഞേ. അമല മേരി. അമല മേരി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ൽ. ഇന്ന് ഈശോയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നു അല്ലേ? ഏത് പാട്ടാണ്? കണ്ടോ ദൂരെ. കണ്ടോ ദൂരെ. അപ്പോൾ നമുക്ക് കാണാം അല്ലേ? കണ്ടോ ദൂരെ എന്നു വിണ്ണിൽ മിന്നും ഒരു താരം വന്നു വാനിൽ. കേട്ടോ കാതിൽ വിണ്ണിൽ നിന്നും വാനദൂതർ പാടും നാദം രാവിൽ. താരാജാലം ഏറ്റുപാടി സ്നേഹഗീതം നീലരാവിൽ. ഉണ്ണീശു പിറന്നൊരീ ശാന്തരാത്രിയിൽ കണ്ടോ ദൂരെ എന്നു വിണ്ണിൽ മിന്നും ഒരു താരം വന്നു വാനിൽ. മിന്നുന്ന താരം നോക്കി ഇടയരും ഒന്നായി ചേർന്നു പോയി ബേത്ലഹേമിൽ. തേനൂറും പുഞ്ചിരി കാണാൻ ഉണ്ണിയെ കണ്ടു വണങ്ങാൻ പോയി ബേത്ലഹേമിൽ. എൻ്റെ പാപം പോക്കാൻ നീതിമാർഗം കാട്ടാൻ വന്നു പിറന്നിതാ രാവിതിൽ. മഞ്ഞു തൂകിടും രാത്രിയിൽ. ഈ സ്വർഗ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. ഞങ്ങൾ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളുടെ ക്രിസ്തുമസിനായിട്ട് നിങ്ങളുടെ വീടുകളിൽ ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ടാകും. നിങ്ങൾ നോമ്പെടുത്ത് ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് യേശുവിൻ്റെ വരവിനായിട്ട് ഈ രക്ഷ അനുഭവിക്കാൻ നമുക്ക് കൂട്ടമായിട്ട് പരിശ്രമിക്കാം. ഈ എപ്പിസോഡിൽ ഞങ്ങളുടെ കൂട്ടുകാരെ കണ്ടതിന്, ഇവരെ ആസ്വദിച്ചതിന് പ്രത്യേക നന്ദി പറയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്വർഗത്തിൻ്റെ വക ഒരു ബിഗ് ക്ലാപ്പ്. നമ്മൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെയും ദൈവം നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കട്ടെ, അവിടുത്തെ തിരുഹൃദയത്തിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൊച്ചു കൂട്ടുകാരെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.